ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മളിന്നൊരു ഫ്രെയിമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കൊണ്ട് ബെസ്റ്റ് ബേസായിട്ടൊരു ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറേ കളർ സ്ട്രിപ്പുകൾ എടുത്തിട്ടുണ്ട്. പേപ്പർ കളർ സ്ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മെയിൻ വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുപോലെ ഓരോ കളർ സ്ട്രിപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നല്ല മജന്ത കളറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പം ഇതുപോലുള്ള സ്ട്രിപ്പുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഇത് ചുരുട്ടിയെടുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിലൊക്കെ വരാവുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ ലൂസാക്കി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലീഫ് പോലെ നല്ലൊരു ഭംഗിയുള്ളൊരു ടെക്സ്ചറിൽ നല്ല രസമായിട്ട് ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഇതൊക്കെ കണ്ടോ, പേപ്പറിൻ്റെ ഓരോ ലെയറുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ കളറുകൾ മുഴുവൻ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കുക. ഇപ്പം നമ്മൾ വയലറ്റ് കളറാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ചുരുട്ടിയെടുക്കുക, നല്ല ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിയെടുക്കുക. ഫുള്ള് ചുരുട്ടിയെടുത്തതിന് ശേഷം പിന്നെ അതങ്ങ് ലൂസാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ലെയേഴ്സ് എല്ലാം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കൂർമിച്ച് വരുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കും. അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ പേരൊക്കെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ കളേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കളേഴ്സിലെല്ലാം ഞാൻ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിലേക്ക് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് അതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 3 കളറുകൾ വരുന്ന പോലെ ഒരു നമ്മുടെ പൂവിൻ്റെയൊക്കെ ഒരു ഇതിൽ പെറ്റൽസ് അത്ര തോന്നുന്ന പോലെ അങ്ങനെയാണ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കളേഴ്സിൽ ഇതുപോലെ വട്ടത്തിലൊന്ന് ചെറിയൊരു സ്ട്രിപ്പ് വട്ടത്തിലൊന്ന് ചുരുട്ടിയെടുക്കുകയും കൂടെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ചുരുട്ടിയെടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ലൂസാക്കുന്നില്ലെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം 3 കളറ് വീതം ഇത് കവർ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ചെറുതായിട്ട് ആ ഒരു റൗണ്ടിലുള്ളതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഫോട്ടോസോ അല്ലെങ്കിൽ കോഡ്സ് എഴുതി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് വോൾ ഡെക്കറായിട്ട് വെക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കളർഫുൾ ആയതുകൊണ്ട് നല്ല അട്രാക്റ്റീവുമാണ്. അപ്പം ഞാൻ എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. ഒരു പ്ലെയിനായിട്ട് തന്നെ ഇതിൻ്റെ ഫ്രെയിം മാത്രമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഫോട്ടോസൊക്കെ വെച്ച് ചെയ്യണം, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്നൊന്നല്ല, ഇച്ചിരി സമയം എടുക്കും, എങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇഷ്ടമായോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഓൾ ആൻഡ് ലവ് യു ഓൾ.